കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പരസ്പരം വെല്ലുവിളിച്ച് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് ആണെന്ന് തെളിയിച്ചാൽ യൂത്ത് കോൺഗ്രസിന് 25 ലക്ഷം രൂപ ഇനാം നൽകുമെന്ന് ഡിവൈഎഫ്ഐ വെല്ലുവിളിച്ചു. എന്നാൽ വെല്ലുവിളി പോസ്റ്ററിന് അതേ നാണയത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം മറുപടി നൽകി. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാണ് മാസങ്ങൾക്ക് ശേഷവും അലയടങ്ങാതെ ചൂടുപിടിക്കുന്നത്. CPM സൈബർ ഇടങ്ങളാണ് പോസ്റ്റ് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുസ്ലിം വോട്ടുകൾ അനുകൂലമാക്കാൻ CPM നേതൃത്വം തന്നെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന് UDF ആരോപിച്ചിരുന്നു. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനാണ് പോസ്റ്റിന് പിന്നിലെന്ന് പോലീസും കണ്ടെത്തിയിരുന്നു. എന്നാൽ കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഡിവൈഎഫ്ഐക്കും റിബീഷിനുമെതിരെ UDF മുൻ MLA പാറയ്ക്കൽ അബ്ദുള്ളയടക്കം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇടതുപക്ഷാനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിലെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയത് CPMനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായി CPMും ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയത് എന്നാണ് വിലയിരുത്തൽ. റിബേഷാണ് സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ ഇനാം നൽകുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ വെല്ലുവിളി. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ മറുപടി പോസ്റ്ററുമായാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചയാളെ റിബീഷ് കണ്ടെത്തി തെളിയിച്ചാൽ പണം യൂത്ത് കോൺഗ്രസ് നൽകുമെന്നാണ് മറുപടി. സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഫീഖിന്റെ പേരിലാണ് പോസ്റ്റർ. ഏതായാലും ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും വെല്ലുവിളിയുമായി രംഗത്തെത്തിയത് വിവാദത്തെ മറ്റൊരു തലത്തിൽ എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഗതി എന്തായിരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ജനം, കോഴിക്കോട്.